ഹലോ, മോനൂസ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മിക്ക ആൾക്കാർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ എന്തായാലും ഇത് ഉപകാരപ്പെടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അധികം തിരക്കൊന്നും ഇല്ലാണ്ട് ക്യൂ ഒന്നും ഇല്ലാണ്ട് എങ്ങനെ പെട്ടെന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി ദർശനം നടത്താമെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിന് ഞാനൊരു 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ്. ഈ സാറ്റർഡേ, സൺഡേ ഇല്ലെങ്കിൽ ഓണം, വിഷു ഒക്കെ പോലെയുള്ള ഭയങ്കര തിരക്കുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ആ ദിവസങ്ങളിൽ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 4-5 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് ഇട ദിവസങ്ങൾ, അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം ഒക്കെ പോലെയുള്ള ദിവസങ്ങൾ എടുക്കുകയാണെങ്കിൽ അന്ന് മിക്കവാറും ആൾക്കാരൊക്കെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാം. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഗീലാമ്പ് ദർശനം എന്ന് പറഞ്ഞിട്ട്, അതായത് നെയ്വിളക്ക് സമർപ്പണം എന്ന് പറഞ്ഞിട്ടൊരു വഴിപാടുണ്ട്. അതെടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ. അതായത് ക്യൂ ഒന്നും ഇല്ലാണ്ട് തന്നെ നേരിട്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റും. ഒരാൾക്ക് 1000 രൂപയാണ്. അതേസമയം നിങ്ങൾ 5 പേരുള്ള ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ 4500 രൂപക്ക് 5 പേർക്ക് ഉള്ളിൽ പോകാൻ പറ്റും കേട്ടോ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സീനിയർ സിറ്റിസൺസിന് പ്രത്യേക പരിഗണന ഉണ്ട് കേട്ടോ. അതായത് 60-ന് മേലെ വയസ്സുള്ള ആൾക്കാർക്ക് ഭഗവതി ടെമ്പിളിൻ്റെ അവിടെയും അതേപോലെ തന്നെ പടിഞ്ഞാറേ നടയിലേക്ക് കൂടിയും രാവിലെയും വൈകുന്നേരവും 4:30 മുതൽ 6 മണി വരെ ഉള്ളിലേക്ക് ക്യൂ ഒന്നും നിൽക്കാണ്ട് തന്നെ ഉള്ളിലേക്ക് പോയി പ്രാർത്ഥിക്കാം കേട്ടോ. ദർശനം നടത്താനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണെങ്കിലും നിങ്ങളുടെ വീട്ടിലാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പോയിട്ട് ദർശനം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇനി ഈ നാലാമത്തെ, അതായത് ലാസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് നടയിലേക്ക് കൂടിയും അതേപോലെ തന്നെ ഭഗവതി ടെമ്പിളിൻ്റെ നടയിലേക്ക് കൂടിയാണ് നിങ്ങൾ ഉള്ളിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അധികം ക്യൂ ഒന്നും നിൽക്കേണ്ടി വരില്ല കേട്ടോ. അതേപോലെ തന്നെ സീനിയർ സിറ്റിസൺസിനും ഉള്ളിലേക്ക് പോകേണ്ടത് ഈ ഒരു 2 വഴികളിലൂടെ തന്നെയാണ്. വെസ്റ്റ് നടയിലേക്ക് കൂടിയും അതേപോലെ തന്നെ ഭഗവതി ടെമ്പിളിൻ്റെ അതിലേക്ക് കൂടിയും. അതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റമ്പലത്തിൽ മാത്രമേ എത്താൻ പറ്റുള്ളൂ. നേരിട്ട് നാലമ്പലത്തിലേക്ക് കയറാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമുക്ക് ഇവിടെ പോയി ദർശനമൊക്കെ നടത്തിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നല്ല തിരക്കുള്ള സമയത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ, 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യൂ ഒന്നും നിൽക്കാണ്ട് തന്നെ അധിക നേരം അവിടെ ബുദ്ധിമുട്ടൊന്നും ചെയ്യാണ്ട് തന്നെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള എല്ലാ സൗകര്യവും ഉണ്ടാവും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഞങ്ങളുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.